മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി സൂപ്പർവൈസറെ ഒരു സംഘം ആളുകൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. സെക്യൂരിറ്റി സൂപ്പർവൈസറായ പ്രശാന്തിനാണ് മർദ്ദനമേറ്റത്. OP ടിക്കറ്റും പാസുമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിൽ കലാശിച്ചതെന്നാണ് ആരോപണം. ഇപ്പം നമുക്കൊരു നിയമമുണ്ട് ഇവിടെ, എന്താ വെച്ചാൽ ബൈസ്റ്റാൻഡർ ഒരാൾ മാത്രമേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ, രോഗിൻ്റെ കൂടെ ഒരു ബൈസ്റ്റാൻഡർ. അപ്പം ഞാൻ എൻ്റെ റൗണ്ട്സ് ഡ്യൂട്ടി ആയിരുന്നു. എൻ്റെ റൗണ്ട്സ് ഡ്യൂട്ടിയിൽ ഞാൻ റൗണ്ട്സ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് ഫ്രണ്ട് ഗേറ്റിൽ 2 സെക്യൂരിറ്റി നമ്മളെ സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊരു പൊതുജനം വന്ന് ഈ ബൈസ്റ്റാൻഡർ തർക്കിച്ച് ഉള്ളിൽ കയറാൻ നിന്നു. അപ്പോൾ ബൈസ്റ്റാൻഡർ അവർ ചോദിച്ചു, സ്റ്റാഫ് നമ്മളത് ചോദിച്ചു, പിന്നെ നിങ്ങളെ OP ടിക്കറ്റ് അവിടെ? അപ്പോൾ അവരെടുത്തില്ല. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങളെ വിഷയം എന്താണ്? അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നെ തെറി പറഞ്ഞു. അപ്പോൾ ഒന്ന് മാറി നിൽക്കി, തിരക്കിൻ്റെ ഇടയിൽ മാറിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ നോക്കട്ടെ. ഒന്ന് ഞാൻ കയറ്റാൻ വേണ്ടിയിട്ട് തയ്യാറായി പോയതാണ്. പിന്നെ അതിന് ശേഷം എൻ്റെ 1 മണി വരെ ഡ്യൂട്ടി ആയിരുന്നു. ആ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരത്തെ അവൻ എന്നെ മെയിൻ ഗേറ്റിൽ നിന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ആ സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയില്ല. അവനോട് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അവൻ എൻ്റെ അടുത്തേക്ക് വരലും എന്നെ കൈകാര്യം ചെയ്യലും. അവന് ഒരുമിച്ചല്ല, അവൻ നടന്ന് ചുരുങ്ങി ഒരു 5-6 ആൾക്കാരെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ തടയാൻ കഴിഞ്ഞില്ല. നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മളെ ആക്രമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. ഓർത്തോ OPക്ക് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജിഷ ഉൾപ്പെടെയുള്ള വനിതാ സെക്യൂരിറ്റി ജീവനക്കാർ OP ടിക്കറ്റ് ഇല്ലാതെ എത്തിയ ഒരാളെ തടഞ്ഞിരുന്നു. രോഗിയോടൊപ്പം ഒരാൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് അറിയിച്ചെങ്കിലും ഇയാൾ സെക്യൂരിറ്റി ജീവനക്കാരെ തള്ളിമാറ്റി അകത്തു കടന്നു. തുടർന്ന് സൂപ്പർവൈസർ പ്രശാന്ത് ഇടപെടുകയും ഇയാളെ രോഗിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഭാര്യാപിതാവായ രോഗിയെ കണ്ട ശേഷം ഇയാൾ മടങ്ങിപ്പോയി. ഉച്ചയ്ക്ക് 12 മണിയോടെ കൂടുതൽ ആളുകളുമായി എത്തിയ സംഘം പ്രശാന്തിനെ തിരഞ്ഞു. ഇതിനിടെ പാസില്ലാതെ എത്തിയ മറ്റു 3 പേരെ കൂടി സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞിരുന്നു. തുടർന്ന് രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയ ശേഷം ഏകദേശം 6ഓളം വരുന്ന സംഘം പ്രശാന്തിനായി കാത്തുനിന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് യൂണിഫോം മാറി മടങ്ങാൻ ഒരുങ്ങിയ പ്രശാന്തിനെ സെക്യൂരിറ്റി ജീവനക്കാരിയായ ജിഷയെ കൊണ്ട് വിളിപ്പിക്കുകയും തുടർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയുമായിരുന്നു. സൈക്കാട്രി OPക്ക് സമീപം വെച്ച് പ്രശാന്തിനെ സംഘം ക്രൂരമായി തല്ലിച്ചതച്ചു. നിലത്തു വീണ പ്രശാന്തിനെ അക്രമി സംഘം വിടാതെ മർദ്ദിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അക്രമികൾ സഞ്ചരിച്ച KL10 BA 1721 എന്ന നമ്പറിലുള്ള സ്കൂട്ടറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പോലീസിൽ രേഖാമൂലം പരാതി നൽകി. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ജീവനക്കാരുടെ ഇടയിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.